സർ, മറ്റൊരു സുപ്രധാന തെരഞ്ഞെടുപ്പ് കൂടി രാജ്യത്ത് വരാൻ പോകുന്നു. പഞ്ചാബിലാണ്. ബംഗാളിന് ശേഷം പഞ്ചാബ് കൂടി പിടിച്ചെടുക്കും, അല്ലെങ്കിൽ പഞ്ചാബിൽ ചരിത്ര വിജയമുണ്ടാകും എന്നാണ് BJP പറയുന്നത്. മാത്രമല്ല, BJP ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, ബംഗാളിന് ശേഷം പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് പഞ്ചാബിലായിരിക്കുമെന്ന്. അപ്പോൾ BJP അരയും തലയും മുറുക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം? പഞ്ചാബിൽ വലിയൊരു വിജയം BJPക്ക് അനിവാര്യമാണ്. പഞ്ചാബിൽ അത് സാധിക്കുമോ? അടുത്ത വർഷം പഞ്ചാബിൽ മാത്രമല്ല, ഗുജറാത്തിലും പിന്നീട് ഉത്തർപ്രദേശിലുമൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ ബംഗാളിന് ശേഷം അടുത്ത തങ്ങളുടെ ലക്ഷ്യം പഞ്ചാബാണ് എന്ന് BJPയും NDAയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ പക്ഷേ BJP ഇപ്പോൾ വലിയ ശക്തിയൊന്നും അല്ല. ഒരു സെമി ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. അത് പഞ്ചാബിലെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും നഗരപാലികകളും ഉൾപ്പെടെയുള്ള നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാണ്. അവിടെ ആം ആദ്മി പാർട്ടി വൻ വിജയം നേടി. 2ാം സ്ഥാനം കോൺഗ്രസിനും, 3ാം സ്ഥാനം അകാലിദളിനും, 4ാം സ്ഥാനം സ്വതന്ത്രർക്കും, 5ാം സ്ഥാനമാണ് അവിടെ BJP കരസ്ഥമാക്കിയത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു നേട്ടം, 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു, 1 കോൺഗ്രസ് വിജയിച്ചു. ബാക്കി 2 കോർപ്പറേഷനുകളിൽ, ഒരു കോർപ്പറേഷനിൽ ആദ്യമായി, അബോഹർ കോർപ്പറേഷനിൽ ആദ്യമായി BJP വിജയിച്ചു. മറ്റൊരു കോർപ്പറേഷനിൽ പത്താൻകോട്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ചിലപ്പോൾ ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ഗംഭീരമായ വിജയത്തിന്റെ മുന്നോടിയാണ് എന്നാണ് BJP വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യ മുഴുവൻ പിടിച്ചു കുലുക്കിയ വലിയ ഒരു കൂറുമാറ്റത്തിന് ശേഷമാണ് പഞ്ചാബിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നത്. പഞ്ചാബ് വിജയത്തിന് ആം ആദ്മി പാർട്ടിയുടെ ആർക്കിടെക്ട് എന്ന് പറയാവുന്ന, അതിന്റെ ചുമതല വഹിച്ചിരുന്ന രാഘവ് ചദ്ദ, പോസ്റ്റർ ബോയ് ഓഫ് ആം ആദ്മി പാർട്ടി, രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ള 7 MPമാർ BJPയിലേക്ക് കാലുമാറ്റം നിയമപ്രകാരം ശരിയല്ല എങ്കിൽ പോലും പാർട്ടി പിളർത്തി ലയിച്ചു എന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടു. ഉപരാഷ്ട്രപതി, രാജ്യസഭാ അധ്യക്ഷൻ അത് അംഗീകരിച്ചു. അങ്ങനെ ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് BJPയിൽ എത്തിയ രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള 6 പേർ പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ ജനപിന്തുണയും ഇവരുടെ ലയനവും ഇവരുടെ പാർട്ടി ഭാഗം BJPയിൽ ലയിച്ചതിന്റെ പ്രതിഫലനവും ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഈ രാഘവ് ചദ്ദ നേരത്തെ ഡൽഹിയിൽ MLA ആയിരുന്നു. പഞ്ചാബിലുള്ള ബാക്കി കൂടെ പോയിട്ടുള്ള ഹർഭജൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ സജീവ രാഷ്ട്രീയക്കാരല്ല. ആം ആദ്മി പാർട്ടി അവരെ നോമിനേറ്റ് ചെയ്തതാണ് രാജ്യസഭയിൽ. പക്ഷെ ഇവർക്കൊന്നും ഒരു ജനപിന്തുണയും ഇല്ല എന്ന് അസന്നിഗ്ധമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സാധ്യതകൾ ഇവിടെ അവസാനിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഒരു അർദ്ധവിരാമങ്ങൾ മാത്രമേ എപ്പോഴുമുള്ളൂ. BJP ഇത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല. രാഘവ് ചദ്ദയും ബാക്കി MPമാരും കൂറുമാറി BJPയിൽ ചേർന്നതിന് ശേഷം പിന്നെ ഒരു ഒരു പതിവായ ഒരു രാഷ്ട്രീയ പകപോക്കൽ തന്ത്രം BJP എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. അത് പ്രയോഗിച്ചു നോക്കി അവിടെ. അതിനുശേഷം പാർട്ടിയെ പിളർത്താനും MLAമാരെ കൂറുമാറ്റാനും നോക്കി. ദേശീയ മാധ്യമങ്ങളൊക്കെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ 40 MLAമാർ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ പോകുന്നു, പാർട്ടി പിളരുന്നു എന്നൊക്കെ വാർത്ത വന്നതിന് പിന്നാലെ അതൊന്നും സംഭവിച്ചില്ല. കാര്യം വിശ്വാസ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചു. ഒരു ആവശ്യവുമില്ലായിരുന്നു. 117 MLAമാർ ആം ആദ്മി പാർട്ടിയിലുണ്ട്. അവരാരെങ്കിലും വിട്ടുപോകുന്നു എന്ന സംശയം തീർക്കാൻ വേണ്ടിയായിരിക്കും ഭഗവത് സിംഗ് മാൻ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. അത് മാത്രം അവിടെ കൊണ്ട് തീരുന്നില്ല. MLAമാരുമായി രാഷ്ട്രപതിയെ കണ്ട് അവിടെ ഒരു പരേഡ് നടത്തി, മാർച്ച് നടത്തി. അതിനുശേഷമാണ് വ്യവസായ വകുപ്പ് മന്ത്രി സഞ്ജീവ് അറോറയുടെ സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും
ED റെയ്ഡ് നടത്തി. പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹത്തെ അവസാനം അറസ്റ്റ് ചെയ്തു. അദ്ദേഹം റിമാൻഡിലാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ റെയ്ഡുകളുടെ ഒരു പരമ്പര ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേന്ദ്ര ഏജൻസികൾ സജീവമാകാൻ സാധ്യതയുണ്ട്. അതൊരു BJPയുടെ ചിരപരിചിതമായ രാഷ്ട്രീയ തന്ത്രം ആണ്. ഇനി അവശേഷിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നുള്ള വൻതോതിലുള്ള കൂറുമാറ്റം. കോൺഗ്രസിന് താരതമ്യേന ഭേദപ്പെട്ട വോട്ടിംഗ് ശതമാനമുണ്ട്. ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിനാണ്. പക്ഷെ കോൺഗ്രസിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള നേതൃനിര ഏതാണ്ട് പൂർണ്ണമായി തന്നെ BJPയിലേക്ക് പോയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബ് ലോക് കോൺഗ്രസ് എന്നൊരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി. അതിനുശേഷം BJPയിൽ ലയിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പട്ടിയാല MP ആയിരുന്ന പ്രണീത് കൗറും BJPയിലെത്തി. BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ സുനിൽകുമാർ ജാക്കർ പഞ്ചാബ് PCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം റവനീത് സിംഗ് ബിട്ടു യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനൊക്കെ ആയിരുന്നു. മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ ചെറുമകനാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗം ആണ്. മൻപ്രീത് സിംഗ് ബാദൽ, ബൽബീർ സിംഗ് സിധു, സുശീൽ കുമാർ റിങ്കു അദ്ദേഹം ആദ്യം രാജിവെച്ച് ആം ആദ്മി പാർട്ടി ചേർന്നു. അവിടെ നിന്ന് രാജിവെച്ച് BJPയിലെത്തി. അങ്ങനെ ധാരാളം പേർ കോൺഗ്രസ് വിട്ടുവെങ്കിലും കോൺഗ്രസിന് ഇപ്പോഴും സാമാന്യം ഭേദപ്പെട്ട വോട്ടിംഗ് ശതമാനമുണ്ട്. സ്വാഭാവികമായിട്ടും BJP അടുത്ത ലക്ഷ്യം എന്ന് പറയുന്ന അവശിഷ്ട കോൺഗ്രസിൽ നിന്നും ഇരിക്കുന്ന സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാരുടെ എണ്ണം വളരെ പരിമിതമാണ് കോൺഗ്രസ്. ബാക്കി നേതാക്കന്മാരെ വലിയ പേരൊന്നുമില്ല എങ്കിൽ പോലും വലിയ ജനപിന്തുണയുള്ള നേതാക്കന്മാരെ തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ BJP ഇനി ശ്രമിക്കും. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് 6.60% വോട്ട് മാത്രമേ. അന്ന് ശിരോമണി അകാലിദളുമായി എത്രയോ വർഷം സംസ്ഥാനം ഭരിച്ച പ്രധാനപ്പെട്ട കക്ഷിയായിരുന്ന ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കിയത്. ശിരോമണി അകാലിദളിന് 18.38% വോട്ടുകളും 3 സീറ്റുകളും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടി. അതിനുശേഷം നമുക്കറിയാം, ഇന്ത്യ മൊത്തം വ്യാപിച്ച കർഷക പ്രക്ഷോഭത്തിന്റെ ഉറവിടം പഞ്ചാബായിരുന്നു. ആ പ്രശ്നത്തിൽ 2 പാർട്ടികളും തമ്മിലുള്ള സഖ്യം തകർന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ഒറ്റയ്ക്കാണ് BJP മത്സരിച്ചത്. അവിടെ 18.56% വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. സീറ്റൊന്നും ലഭിച്ചില്ല. ശിരോമണി അകാലിദൾ മത്സരിച്ചു. അവർക്ക് 1 സീറ്റ് കിട്ടി. 13.42% വോട്ടുകൾ അവർക്ക് കിട്ടി. 117-ൽ 92 സീറ്റുമായി 42.01% വോട്ടുകളുമായി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടിക്ക് പക്ഷെ 26.2% വോട്ടിലേക്ക് അവർ വോട്ട് താന്നു. 3 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ പഞ്ചാബിൽ നിന്ന് പഞ്ചാബ് ജനത പ്രാധാന്യം കൊടുത്തത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് 7 സീറ്റുകൾ കിട്ടി. 26.30 വോട്ടുകളും കിട്ടി. ഈ വോട്ടിംഗ് ശതമാനം കാണിക്കുന്ന ഒരു സൂചനയുണ്ട്. വേണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 19% വോട്ടുകളിലേക്ക് BJPക്ക് ഉയരാൻ പറ്റും. അപ്പോഴും കോൺഗ്രസിനെ മറികടന്ന് അവർക്ക് പ്രധാന പ്രതിപക്ഷമാകാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ ശിരോമണി അകാലിദളിൽ നിന്ന് വോട്ടുകൾ വരണം, നേതാക്കന്മാർ വരണം. പക്ഷെ ശിരോമണി അകാലിദൾ താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. നേതാക്കന്മാർ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കാം? അതിന്റെ പ്രധാനപ്പെട്ട ഒരു BJPയുടെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതൊരു ഹിന്ദു പാർട്ടിയാണ്. അത് സിഖുകാർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചാബിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ, അദ്ദേഹം ഭട്ടിണ്ട ഭാഗത്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത്. കേവൽ സിംഗ് ധില്ലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സിഖുകാരനായ പ്രസിഡന്റിനെ BJP നിയമിച്ചു. ഇത്രയൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് ഇനി എന്തു സംഭവിക്കും എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കാര്യം ആദ്യമായാണ് ഈ ഭഗവത് സിംഗ് മാൻ
ഒരു മുഖ്യമന്ത്രിയാകുന്നത്. ഭരണപരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെതിരായി മദ്യപാനം ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഡൽഹിയിലെ പരാജയത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുഴുവൻ പഞ്ചാബ് കേന്ദ്രീകരിച്ചാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പഞ്ചാബ് കേന്ദ്രീകരിച്ച് ഭരണത്തിൽ ഭഗവന്ത് സിംഗ് മാനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒട്ടേറെ പ്രതിഷേധങ്ങളും പരാതികളും ഒക്കെ പരിഹരിച്ച് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഭരണം പഞ്ചാബിന് കാഴ്ചവെക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും പാർട്ടിയെ, കോൺഗ്രസിനെ പൂർണ്ണമായും തകർക്കാതെ ശിരോമണി അകാലിദളിൽ നിന്നും അണികളെയും ഒക്കെ ആകർഷിക്കാതെ ആം ആദ്മി പാർട്ടിയെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിന്ന് തൂത്തെറിയുക അസാധ്യമാണ്. പക്ഷെ ഒരു സാധ്യത ഇപ്പോഴുമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ആം ആദ്മി പാർട്ടിയിൽ നിന്നും അസംതൃപ്തരായ നേതാക്കന്മാരുണ്ട് എങ്കിൽ അവരെ തിരിച്ച് ഒരു പാർട്ടി നിയമസഭാ കക്ഷി പിളർത്തി തിരിച്ചു കൊണ്ടുവന്ന് ഈ BJP പക്ഷം ചേർക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അപ്പാടെ ഇനിയുള്ള നേതാക്കന്മാരെയും പ്രാദേശിക നേതാക്കന്മാരെയും അപ്പാടെ BJP പക്ഷത്തേക്ക് കൊണ്ടുവന്ന് സംഭവിച്ചുകൂടായില്ല. ആം ആദ്മി പാർട്ടി സർക്കാർ കഴിഞ്ഞ കോൺഗ്രസിന്റെ ഏതാണ്ട് 6-7 മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ലെവലിലുള്ള പാർട്ടികൾ പിളർത്തിക്കൊണ്ട് മാത്രമേ BJPക്ക് പഞ്ചാബിൽ ഇനി മുന്നോട്ട് പോവാനും ഒരുപക്ഷെ വിദൂരസ്ഥമായെങ്കിലും ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് ബദലായി വളരുവാനും സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. നാളെ പഞ്ചാബിൽ ഞാനീ പറഞ്ഞ സാഹചര്യത്തിൽ മാത്രമേ BJPക്ക് ഒരു വലിയ സാധ്യത അല്ലെങ്കിൽ വിദൂരമായ സാധ്യത കാണുന്നു. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ BJPക്ക് എത്രത്തോളം പഞ്ചാബിൽ സാധ്യതയുണ്ട് എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. പക്ഷേ ബംഗാളിനു ശേഷം പഞ്ചാബിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് BJPയും NDAയും തീരുമാനിച്ചത്. അതിനുള്ള സാധ്യത അവർ തന്നെ വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ നേരത്തെ എടുത്ത ചില തീരുമാനങ്ങളിൽ, നേതാക്കളുടെ ചില സമീപനങ്ങളിൽ ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്താനാകും, പഞ്ചാബിൽ BJPക്ക് ഒരു സ്വാധീന ശക്തിയാകാൻ സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.